ഹായ് ഗായ്സ്, അപ്പോൾ നമുക്കൊരു വിഷുക്കോടി എടുക്കാൻ വേണ്ടി പോവാം. ഈ വിഷുക്കോടി പർച്ചേസിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് ഞാൻ വീഡിയോൻ്റെ എൻഡിൽ പറയാം. വിഷു വൈബ് കിട്ടാൻ വേണ്ടിയിട്ടാണോ സാരി കൊടുത്തിട്ട് പർച്ചേസിന് പോകുന്നതെന്ന് നിങ്ങൾക്ക് തോന്നിക്കാണും. എന്നാൽ അങ്ങനെയല്ല. ഓഫീസിലെ വിഷു പരിപാടിയൊക്കെ കഴിഞ്ഞ് പോകുന്ന വഴിക്കായിരുന്നു കേട്ടോ ഞാൻ പർച്ചേസിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാൻ പോയിട്ടുണ്ടായിരുന്ന സൂര്യ സിൽക്സിലാണ്. അതാകുമ്പോൾ എല്ലാവർക്കും ഉള്ള ഡ്രസ്സ് ഒരേ സ്ഥലത്ത് നിന്ന് തന്നെ കിട്ടുമായിരുന്നല്ലോ. അവിടെ വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ വലിയത് സാധനം കിട്ടി. ഞാൻ വേഗം സ്ഥലം വിട്ടു. ഓപ്പോളും ജീജു ഓൾറെഡി വിഷുക്കോടി നമുക്ക് മേടിച്ച് തന്നതുകൊണ്ട് തന്നെ വളരെ ചെറിയ തോതിലായിരുന്നു കേട്ടോ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിലിപ്പോൾ എന്താ ട്വിസ്റ്റ് എന്നല്ലേ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്? പപ്പയ്ക്കും മമ്മിക്കും അങ്ങനെ എല്ലാവർക്കും ഡ്രസ്സ് വാങ്ങി. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി മറന്നുപോയി. ഇനി എന്ത് ചെയ്യാനാ? മറവി ഒരു കുറ്റമല്ലാത്തതുകൊണ്ട് ആ വിഷമം ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അമ്പാടിയുടെ വിഷുക്കോടി കിട്ടിയിട്ടുള്ള എക്സ്പ്രഷനോട് കൂടെയാണ് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. വിഷുക്കോടി ഇതാണ്. ഇത് വീട്ടിലിരുന്ന ഡ്രസ്സ് പോലെ ഉണ്ടല്ലോ. ഇഷ്ടമായില്ല? വേണ്ട. ഇത്രയും വലിയ ഗതികെട്ടവൾ ഈ ലോകത്തുണ്ടാവില്ല എന്നല്ലേ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ സെയിം പിച്ച്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.